വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 12 9 മുതൽ 14 വരെയുള്ള വാക്യം. സാബത്തിൽ രോഗശാന്തി നൽകുന്നു. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തന്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് ആലോചന നടത്തി. അസൂയ മനുഷ്യനെ പിടിവാശിക്കാരനും അന്ധനുമാക്കുന്നു. സാബത്ത് ആചരണത്തെ സംബന്ധിച്ചിടത്തോളം ഫരിസേയർ ഉണ്ടാക്കാനിടവന്ന വിവാദങ്ങൾക്ക് ഉചിതമായ മറുപടി യേശു നൽകിയതിനു ശേഷം നേരെ പോയത് സിനഗോഗിലേക്കായിരുന്നു എന്ന് സുവിശേഷകനായ മത്തായി നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. അന്ന് സിനഗോഗിൽ പ്രാർത്ഥനാ സമ്മേളനത്തിലായി വന്നിരുന്ന ആളുകളിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഫരീസയർ കരുതിയിരിക്കണം, ശാബത്ത് ദിനമായ അന്ന് രോഗിയായിരിക്കുന്ന ഈ മനുഷ്യനെ യേശു സുഖപ്പെടുത്താൻ വഴിയുണ്ട് എന്ന ധാരണയിൽ ഒരു വിവാദം അവിടെ സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി യേശുവിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാകണം ഫരീസയർ യേശുവിനോട് ചോദിക്കുന്നു, ശാബത്ത് ദിനത്തിൽ രോഗശാന്തി നൽകുന്നത് വിഹിതമാണോ, നിയമാനുസൃതമാണോ? ഇതായിരുന്നു അവരുടെ ചോദ്യം. അവരുടെ കാപട്യവും കൗശലവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം യേശു അവർക്കായിട്ട് നൽകുന്ന ഉത്തരം ശ്രദ്ധേയമാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ കന്നുകാലികളിൽ ഒരെണ്ണം ഏതെങ്കിലും സംഗതിവശാൽ ഒരു കുഴിയിൽ നിപതിക്കാൻ ഇടവന്നാൽ ആ കന്നുകാലിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതും ജോലിയല്ലേ? ശാബത്ത് ദിനമാണെന്ന് വിചാരിച്ച് നിങ്ങൾ കുഴിയിൽ വീണ നിങ്ങളുടെ ആടിനെയോ കാളയെയോ കുഴിയിൽ നിന്ന് രക്ഷിക്കാതിരിക്കുമോ? ആ കാളയെയും ആടിനെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് ശാബത്ത് ദിനം ജോലി ചെയ്യാമെന്ന് വരികിൽ ദൈവത്തിന്റെ മകനായിട്ടുള്ള ഈ മനുഷ്യനെ, യഥാർത്ഥത്തിൽ രോഗത്താൽ അവശത അനുഭവിക്കുന്ന ഈ മനുഷ്യനെ ആ രോഗത്തിൽ നിന്ന് ശാന്തി നൽകി സ്വാതന്ത്ര്യത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക് നയിക്കുന്നത് ശാബത്ത് ദിന ആചരണത്തിന്റെ ലംഘനമായിട്ട് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ യേശു അവരുടെ കാപട്യത്തെ തുറന്നു കാണിക്കാൻ ആ സമ്മേളന വേദി ഉപയോഗിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിനുശേഷം യേശു ആ മനുഷ്യനെ മുന്നിലേക്ക് വിളിച്ചുകൊണ്ട്, മകനെ, ആ ശോഷിച്ച കയ്യെ നീ ഉയർത്തുക എന്നവനോട് പറയുന്നു. യേശുവിന്റെ നിർദ്ദേശമനുസരിച്ച് ആ മനുഷ്യൻ ആ തളർന്ന കയ്യെ, ശോഷിച്ച കയ്യെ ഉയർത്താൻ ശ്രമിക്കുന്നതോടുകൂടെ തന്നെ അവന്റെ അസുഖം മാറുന്നു. അവന്റെ കയ്യെ ആരോഗ്യമുള്ള കയ്യിന്റെ പോലെ തന്നെ ബലവത്തായിത്തീരുന്നു. ഇത് കണ്ടുനിന്ന ഫരീസയർക്ക് അസൂയ കൊണ്ട് കാലുഷ്യം മൂത്ത് യേശുവിനെ നശിപ്പിക്കാനുള്ള വഴി അന്വേഷിക്കുന്നതിനുള്ള ഒരു വടി എന്ന രീതിയിലാണ് അവർ ഈ കൃത്യത്തെ നോക്കിക്കാണുന്നത് എന്ന് സുവിശേഷകനായ മത്തായി നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. അസൂയ മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം വ്യക്തമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ.